പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം നിർവഹിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹമായിട്ടുള്ളത്. അതിനെനിക്ക് അവസരം നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. പ്രിയരെ, അന്ധമായ അന്ധകാരത്തിൽ നിന്ന് ശുദ്ധമായ സന്മാർഗത്തിലേക്ക് ജനതയെ വരുത്താനാണ് അള്ളാഹു പ്രവാചകർ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചത്. പ്രവാചകർ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി അതപ്പത്തിന്റെ ആദ്യക്കുഴിയിൽ കഴിഞ്ഞ സമൂഹത്തെ ഔന്നതത്തിന്റെ ഉച്ചകോടിയിലേക്ക് എത്തിക്കണ്ടായി. ആടുകളെ മേച്ച് നടന്നിരുന്ന അറബികൾ അതുവഴി സമൂഹങ്ങൾക്ക് നേതൃത്വം നൽകാൻ മാത്രം സമുന്നത കലിച്ചു. അതിനാൽ ഓരോ സത്യവിശ്വാസിയും തന്റെ ഹൃദയത്തിൽ പ്രവാചക സ്നേഹം മുഖേന പ്രകാശിതമാക്കേണ്ടത് അത്യാവശ്യമാണ്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം അത്യന്തപേക്ഷിതമാണ്. അതുകൊണ്ടെങ്കിലാണ് ഉന്നത പദവികൾ കൈവരിക്കാനാവുക. ഈ സ്നേഹ അതിരുകളില്ലാത്തതാണ്. കാലാധിപത്യവും ദേശാധിപത്യവുമായ ഈ സ്നേഹം, ഈ യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ നഫ്സ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെ സത്യം എന്ന് പറഞ്ഞ ഉമറിനോട് അവിടെന്ന് പറഞ്ഞു, എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനേക്കാൾ പ്രിയപ്പെട്ടത് അങ്ങാണ് എന്ന് പറഞ്ഞ ഉമറിനോട് അവിടെ നിന്ന് പറഞ്ഞു, എന്റെ ശരീരത്തെക്കാളും ഞാൻ താങ്കൾക്ക് പ്രിയപ്പെട്ടതാകും വരെ താങ്കൾ പൂർണ്ണ വിശ്വാസിയാകില്ലെന്നാണ് പറഞ്ഞു. അപ്പോൾ ഉമർ എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എന്നേക്കാളും പ്രിയപ്പെട്ടത് അങ്ങാണ്. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, താങ്കളുടെ ഈമാൻ ഇപ്പോൾ പൂർണ്ണമായി. പ്രിയരെ, ഈ സ്നേഹമാണ് സത്യവിശ്വാസികളെ നമുക്ക് അനിവാര്യമായി വേണ്ടത്. സത്യവിശ്വാസത്തിന്റെ തുടക്കവും ലക്ഷ്യവും പൂർണ്ണതയും അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. മനസ്സിന്റെ നിശബ്ദത തന്റെ പ്രണയ വസ്തുവിന്റെ നേർക്കായിരിക്കും. തന്റെ പ്രണയ വാചകങ്ങളെ താളത്തിൽ തുള്ളുന്ന സ്ഥിതിയിലേക്കായിരിക്കും ഒടുവിൽ ആ സ്നേഹം ഉഗ്രരൂപം പ്രാപിക്കുന്നത്. തിന്മയോടുള്ള പ്രേമം മൂർച്ച പ്രാപിക്കും, ലിംഗം സംഭവിക്കും. അവിടെ നിന്ന് ആരുടെ നിന്നും പാലിക്കാൻ മനസ്സ് സ്വന്തം തയ്യാറായി വരും. തിന്മയെ സ്നേഹിക്കുന്നവൻ അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കണം. പ്രവാചക സ്നേഹത്താൽ അവിടുത്തെ വാക്കും പ്രവൃത്തിയും ഓരോ അടക്കവും വരെ പിന്തുടരലാണ്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പ്രവാചക സ്നേഹം അത്യന്തപേക്ഷിതമാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാമല്ലേ.